സോ ഗായ്സ് ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇപ്പം ഈവനിങ് ടൈമാണ് ശരിക്കും. സമയം ഇവിടെ കാണിച്ചു തരാം. 3:45. സോ 4 മണിയാവാൻ പോവാണ്. അപ്പോൾ രാവിലെ മുതലേ കുറച്ച് സമയം ഇരുന്ന് പഠിച്ച് കുറച്ച് പണിയെല്ലാം ചെയ്യാനല്ലേ. സോ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ ബ്രെയിനിൽ എക്സോസ്റ്റായി ഇരിക്കുക. ഞാൻ വിചാരിച്ചു പുറത്തെവിടെയും പോയിട്ട് വരാം. അപ്പം കാലാവസ്ഥയാണെങ്കിൽ നല്ല കാലാവസ്ഥ, മഴയൊന്നുമില്ല. സോ ഞാൻ വിചാരിക്കുന്നത് മാട്ടൂൽ ബീച്ചിൽ പോകാമെന്നാണ്. കുറേ നാളായി മാട്ടൂൽ ബീച്ചിൽ പോയിട്ട്. സോ ആ ബീച്ചിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കാനാണ് പ്ലാൻ. ഓക്കെ, സോ ഞാൻ വേഗം റെഡി ആയിട്ട് എന്നിട്ട് പോയിട്ട് വരാം. ഡ്രസ്സ് ഇട്ട് ഇനി പാൻറ് കൂടി ഇടട്ടോ. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുട്ബോൾ എടുത്ത് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബോൾ അവിടെയുണ്ട്, അതെടുക്കാം. ഇതിൽ കാറ്റ് കുറവായിരിക്കും, കുറച്ച് കാറ്റ് അടിച്ചിട്ട് എടുക്കാം. ഓക്കെ, സോ പമ്പ് കാണുന്നില്ല. ഞാൻ പമ്പ് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. എവിടെ വെച്ച് കാണുന്നില്ല. കാറ്റടിക്കണം. എൻ്റെ അടിയിലില്ല. ഓക്കെ, കിട്ടി. സോ ഗൈസ്, അങ്ങനെ ഫൈനലി മാട്ടൂൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ബീച്ചിൻ്റെ ഇങ്ങോട്ടേക്കുള്ള സീനാണിത്. ഇവിടെ 2 പോത്തുണ്ട്. തൊട്ടപ്പുറം 2 പോത്തും കുട്ടികളുണ്ട്. റിയാക്ഷനും ഇല്ല. നമുക്കിനി ബീച്ചിൽ പോയി കുറച്ച് സമയം ബീച്ചിലത്തെ സീനിൽ നോക്കിയിട്ട് പോവാം. ആണ് മാട്ടൂൽ ബീച്ചിൻ്റെ ഹിഡൻ സ്പോട്ട്. കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള ടാസ്ക് നമുക്ക് ചെയ്യും. ഓക്കെ, യെസ്, നൈസായിട്ട് ഇപ്പുറത്തേക്ക് എത്തി. എടാ, ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ പോയ ചെടീൻ്റെ? എടാ, ഇത് നോക്കറാ. എടാ, ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വളർന്നോ? ഇങ്ങനെ വളർന്ന് ഇതിൽ പൂട്ടിയിട്ട് കാണുന്ന എക്സ്പ്രസ്സോ 1 വേ ട്രാഫിക്. മഴക്കാറ് കാണുന്നുണ്ട്. മഴ പെയ്യില്ല അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, മോനെ ഒരു 1.5 മഴ വരുന്നുണ്ട്. ഇതാ വണ്ടി നമ്മൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ബോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ഇപ്പോൾ അത്ര നമ്മൾ ബോൾ എടുത്ത്. കാരണം ഇത്രയും സമയം നല്ല വെയിലുണ്ടായിന്. അതുകൊണ്ട് ഇപ്പോൾ അത്ര ബോൾ എടുക്കുന്നത് നമ്മൾ. അങ്ങോട്ടേക്കെല്ലാം കാണാം, നല്ല മഴക്കാറുണ്ട്. പെയ്താലും മഴയത്ത് കളിക്കാനാണ് പ്ലാൻ. ഓക്കെ, അവിടുന്ന് കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങോട്ടേക്ക് മാറി ഇപ്പുറത്തുനിന്ന് കളിക്കാനാണ് പ്ലാൻ. സോ ഗൈസ്, അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോളും കളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ പെയ്യുമ്പോഴേക്കും ഞാൻ ഫോൺ എടുത്ത് നേരെ കൊണ്ടുപോയി സ്കൂട്ടിയിലേക്ക് വെച്ച്. പിന്നെ ആ മഴയത്താണ് കുറച്ച് സമയം കളിച്ച്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മഴയെല്ലാം നിന്ന് പിന്നെയും ഫുട്ബോളെല്ലാം കളിച്ച് ഈവനിങ് ആകുമ്പോൾ പിന്നെ അതും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വരുന്ന വൈകുന്ന നമ്മൾ നല്ല അപ്പം പൊള്ളിച്ച് വെള്ളിക്കിൽ പോയിട്ട് അപ്പം പൊള്ളിച്ചും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ റൂമിലേക്ക് എത്തി കുളിച്ച്. സോ ഞാനിപ്പം വ്ലോഗ് അവസാനിപ്പിക്കുന്നില്ല, ഞാൻ വേഗം പോയി കിടക്കട്ടെ. കാരണം നാളെ രാവിലെ 3:30 മാച്ച് കാണാൻ വേണ്ടി എണീക്കേണ്ടതാണ്. ബ്രസീലിൻ്റെ കളിയുണ്ട്. സോ ഞാൻ അങ്ങനെ ഫുട്ബോളൊന്നും കാണലില്ല, ബട്ട് നാളെ രാവിലെ എണീച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. സോ
അങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പോയി കിടക്കട്ടെ. ഓക്കെ, മറ്റുപ്പിളെ കടന്നിട്ട് നാളെ രാവിലെ എണീച്ചിട്ട് കളി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എണീച്ചാൽ കളി കാണാം. ഓക്കെ, എണീക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇപ്പം കിടക്കാൻ പോവാണ്. ഇപ്പം സമയം 9:30 ഓക്കെ, അപ്പോൾ കിടക്കട്ടെ. എനിക്ക് നാളെ രാവിലെ എണീച്ചിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ എണീച്ചിട്ടുണ്ട്. രാവിലെ ഇതാ സമയം 3:10 അലാറം വെച്ച് തീർത്തിട്ട് നെട്ടി എണീച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മടിയുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ബട്ട് കളി കഴിഞ്ഞിട്ട് കിടക്കാൻ വിചാരിച്ചിട്ട് എണീക്കുന്നത്. ഇന്നൊരു ദിവസം മാത്രമേ ഞാൻ എണീക്കുള്ളൂ. ഞാനങ്ങനെ ഫുട്ബോൾ മാച്ചൊന്നും കാണുന്ന ഒരാളല്ല. അപ്പം ഇന്നൊരു ദിവസം മാത്രം ആയതുകൊണ്ട് എണീക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണാനില്ല ഇതിൽ. അങ്ങനെ താഴേക്ക് വന്നിട്ട് TV വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഞാനിപ്പം കണ്ടൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗപ്പിയെല്ലാം ഇപ്പോൾ കടന്നുറങ്ങുമെന്ന്. അപ്പോൾ ഈ മീൻ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ടിട്ട്. ഇപ്പോൾ ഗപ്പി ഞാൻ ഉറങ്ങുന്ന കാണിച്ചത് ഗൈസ്. ഇങ്ങനെയാണ് മീനുകൾ ഉറങ്ങുക. എന്നുവെച്ചാൽ ഈ ഒരു ഗപ്പി ഇപ്പോൾ ഉറങ്ങുമെന്ന് കല്ലിൻ്റെ കാര്യം ഇതാണ് ആടുന്നിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗപ്പികൾ കടന്നുറങ്ങുന്നുണ്ട്. ഇതിവിടെ കുറച്ച് എണ്ണം കടന്നുറങ്ങുന്നുണ്ട്. ഇൻട്രസ്റ്റിങ്. ഓക്കെ, സോ ഇത് ബ്രസീൽ വേഴ്സസ് മൊറോക്കോൻ്റെ മാച്ചാണ്. ഓക്കെ, സോ എടുക്കാം. ഇത് C5 മാച്ച്. യാ മോനെ, ഐശോ സ്പീഡ് എടാ. ചേ സോ ഇതാ പുറത്ത് ഇതാ അവസ്ഥ. ഓക്കെ, അത്യാവശ്യം വെളിച്ചെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ TV എല്ലാം ഓഫാക്കി ഇനി പോയി കടന്നുറങ്ങട്ടെ. ഓക്കെ, വാതിൽ കൂട്ടിട്ട് സോ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇനി വീണ്ടും കടന്നുറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ സമയം ഏകദേശം 5:50 ആയിരിക്കുകയാണ്. രാവിലെ എണീച്ചിട്ടാണ്. ഓക്കെ മോനെ, അങ്ങനെ കടന്നുറങ്ങി ഇതപ്പം എണീച്ചിട്ടുണ്ട്. സമയം ഏകദേശം 11 മണിയാവാനായി. എനക്ക് തൊണ്ട ഒരു എന്തോ പോലെ ഉണ്ട്. കാരണം ഇന്നലെ കുറച്ച് മഴ കൊണ്ടിന്. എന്തൊക്കെ അസുഖം വരാണ്ട് എന്നാൽ മതിയായിരുന്നു. പനിയോ തൊണ്ട ജലദോഷം ഒന്നും വന്നാൽ ശരിയല്ല. ഞാൻ എങ്ങനെയാണെന്ന് പോയി പല്ലെല്ലാം തേച്ച് ചായ കുടിക്കട്ടെ. ഇന്ന് രാവിലെ എണീച്ചുകൊണ്ടൊക്കെ ചെറിയ വിശപ്പുണ്ട്. എന്താ അറിയില്ല, ഇപ്പോഴേ എണീക്കും തന്നെ. പല്ലേക്കട്ടെ, എനിക്ക് ചായ കുടിക്കാൻ പോകെ. നമ്മൾ 10:30 എണീക്കണം വെച്ചാണ്. പക്ഷേ ഇപ്പോൾ എണീച്ച് ഓസ്ട്രേലിയൻ്റെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയ 2 അടിച്ച് ഫുള്ള് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സമയം ഏകദേശം 11 മണിയാണ്. എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അടുത്തൊരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഇപ്പോൾ അടുത്ത് തുടങ്ങും. കാരണം ഇത് നമ്മളെ പുറത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ശരണം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഞ്ചുവണ്ണനും വരും. അടുത്ത വ്ളോഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇപ്പോൾ അടുത്ത് അവസാനിപ്പിക്കും ചായ കുടിച്ചതിന് ശേഷം. എനിക്ക് അടുത്ത ട്രിപ്പ് വ്ളോഗ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഞാനിപ്പോൾ ഇത് നിർത്തുവാണ്. കാരണം നമ്മൾ അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എവിടെയാണ് അത് എല്ലാം നിങ്ങൾ അടുത്ത വ്ളോഗ് കണ്ടോ. അപ്പോൾ നാളെ ഉണ്ടാവും, ഇല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടോ. സോ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് വ്ളോഗ് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ 15ാമത്തെ വ്ളോഗ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം. ഓക്കെ.